ഡോക്ടർ മോഹൻ വർഗീസ്, ഒരുപക്ഷെ ആരെയും ഞെട്ടിപ്പിച്ച് കാണും ഈ ഇന്ത്യയും താലിബാനുമായിട്ടുള്ള ഒരു ബന്ധം. താലിബാനെ നമ്മൾ കാണുന്നത് ഒരു ഭീകര സംഘടനയായിട്ടാണ്. ആ ഒരു ബന്ധം എന്താണ് അർത്ഥമാക്കുന്നത്? വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ. അപ്പോൾ ഒരു സംഘടനയെ ടെററിസ്റ്റ് എന്നും വിശുദ്ധരെന്നും ഒക്കെ വിവക്ഷിക്കുന്നത് പ്രത്യേക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും താലിബാൻ ഭീകര സ്വഭാവമുള്ള സംഘടനയാണ്. അവരുടെ മാർഗങ്ങൾ അതായിരുന്നു ചരിത്രപരമായി കാണിച്ചിരുന്നത്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ്റെ ആഭ്യന്തരമായ ഒരു അവസ്ഥയിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കുൾപ്പെടെയുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി നിഷേധിക്കുന്ന താലിബാൻ്റെ ഒരു ഇസ്ലാമിക വൽക്കരണം, അതിനോടൊരിക്കലും ഇന്ത്യക്ക് യോജിക്കാനാവില്ല. പക്ഷേ ഒരു തന്ത്രപ്രധാനമായ പങ്കാളിയായി ഇപ്പോൾ താലിബാൻ വരുന്നു. ആ രീതിയിൽ ഇന്ത്യ അനൗൺസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും പാകിസ്ഥാനെ മെരുക്കിയെടുക്കുന്നതിൽ പാകിസ്ഥാൻ്റെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പഷ്തൂൺ മേഖലയിലുള്ള താലിബാനുമായി ചങ്ങാത്തമാകാമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അത് മുൻപും അഫ്ഗാനിസ്ഥാനുമായി താലിബാനൊക്കെ വരുന്നതിന് മുൻപ് നജിബുള്ളയുടെ ഗവൺമെൻറ്റുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ് ഇന്ത്യ പ്രവർത്തിച്ചിരുന്നത്. താലിബാൻ്റെ ഏക ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ മണ്ണിൽ വൈദേശിക ആധിപത്യം ഉണ്ടാവരുത്. അവരുടെ സംസ്കാരത്തിന്, അവിടുത്തെ ഇസ്ലാമിക സംസ്കാരം ഒരു പ്രാഥമിക ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് കോട്ടം തട്ടുന്ന വിദേശ ശക്തികൾ, അധിനിവേശ ശക്തികൾ ആ മണ്ണിൽ ഉണ്ടാവരുത്. ബ്രിട്ടീഷുകാർ വന്നു, എതിർത്ത് അവർ ഓടിച്ചു. റഷ്യക്കാർ വന്നു, അവർ എതിർത്ത് തോൽപ്പിച്ചു. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ അതിരുവിട്ട കടന്നുകയറ്റം അഭിമാനമുള്ള അഫ്ഗാൻ ജനത അംഗീകരിക്കില്ല. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും വേർതിരിക്കുന്ന ഡ്യൂറൻറ്റ് ലൈൻ, ആ ഡ്യൂറൻറ്റ് ലൈനാണ് ട്രഡീഷണൽ ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി. ആ ഡ്യൂറൻറ്റ് ലൈനിൻ്റെ ഇരുപുറവുമായി വ്യാപിച്ച് കിടക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ പ്രധാനപ്പെട്ട വംശീയ ഭാഷാ വിഭാഗമായ പഷ്തുകൾ, പഠാൻമാർ നമ്മൾ പറയുന്ന പഷ്തു ഭാഷ സംസാരിക്കുന്ന ആളുകൾ. ആ പഷ്തു ഭാഷ അഫ്ഗാനിസ്ഥാന് വളരെ പ്രിയപ്പെട്ട ഭാഷയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിംഹഭാഗവും പാകിസ്ഥാനിലാണ്. അതാണ് വസീറിസ്ഥാൻ മേഖല, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് പണ്ട് പറയുകയും ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ എന്ന് പറയുകയും ചെയ്യുന്ന മേഖല. ആ മേഖല പാകിസ്ഥാൻ്റെതാണെന്ന് പൂർണ്ണമായി അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഡ്യൂറൻറ്റ് ലൈൻ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലം പ്രയോഗിച്ച് ബ്രിട്ടീഷുകാർ വരച്ചൊരു ലൈൻ മാത്രമാണ്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാൻ്റെ മണ്ണിൽ ടെറിറ്റോറിയൽ ക്ലെയിമുണ്ട്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും അത് പല ആവർത്തി പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ, അത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ പാകിസ്ഥാനിലെ യൂണിറ്റാണ്. പാകിസ്ഥാനെ ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്. അവർ പാകിസ്ഥാന് തലവേദന സൃഷ്ടിക്കുന്നു. നിരന്തരം അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിലേക്ക് പോവുകയും ആയുധങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 2024 കലണ്ടർ വർഷം തന്നെ വലിയ തോതിലാണ് പാകിസ്ഥാൻ സൈനികർ പാക് താലിബാൻ്റെ വെടിയേറ്റ് മരിച്ചത്. അതുകൊണ്ട് ബോർഡർ വളരെ അശാന്തമാണ്. അതിനോടൊപ്പം തന്നെയാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാൻ്റെ ബലൂച്ച് മേഖല, അതാണ് ഏറ്റവും വലിയ പാകിസ്ഥാൻ്റെ ഭൂപ്രദേശം. ഇറാനോടൊക്കെ അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അവിടെ ബലൂച്ച് ലിബറേഷൻ ആർമി, അവരും വലിയ പോരാട്ടത്തിലാണ് പാക് സ്റ്റേറ്റിനെതിരെ. അതുകൊണ്ട് രണ്ട് ഘട്ടത്തിൽ നിന്നും, അതായത് പഷ്തു വിഭാഗക്കാരായ ആളുകൾ, പഠാൻമാർ പാകിസ്ഥാനെതിരെ തിരിച്ചിരിക്കുന്നു. ഇമ്രാൻഖാനെയൊക്കെ തടവിലാക്കിയത് അവർക്ക് തീരെ രസിച്ചിട്ടില്ല. കാരണം അവരുടെ ഒരു നേതാവ് കൂടിയാണ് ഇമ്രാൻഖാൻ. ആ പ്രദേശത്തുനിന്ന് വരുന്ന ആളാണ് ഇമ്രാൻഖാൻ. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള പാകിസ്ഥാൻ രാഷ്ട്രീയ പ്രക്രിയയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വിഭാഗമാണ് ഖൈബർ പഖ്തൂൺഖയിലെ ജനങ്ങളും അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പാകിസ്ഥാൻ തെഹ്രീക്ക് താലിബാനും. അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് താഴെ തെക്ക് പ്രദേശത്തുള്ള ഗദ്ദാർ തുറമുഖത്തിനോടൊക്കെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്, സിന്ധുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലവുമാണ്. അതാണ് ഈ പടിഞ്ഞാറൻ മേഖല. ആ മേഖലയും വലിയ പഷ്തു മേഖലയ്ക്ക് പുറമേ ഉള്ള ബലൂച്ച് മേഖല, ഇത് രണ്ടും അസ്ഥിരമാണ്. ആ അസ്ഥിരത മുതലെടുക്കാൻ തീർച്ചയായും ഭാരതത്തിന് കഴിയും. നേരിട്ടുള്ള ഇടപെടലൊന്നും ഉണ്ട് എന്ന് ഇന്ത്യ സമ്മതിക്കില്ല എങ്കിൽ പോലും ഭാരതത്തിന് അനുകൂലമായ രീതിയിലാണ് പാക് ഇറാൻ അതിർത്തിയിലെയും പാക് അഫ്ഗാൻ അതിർത്തിയിലെയും ഇപ്പോഴത്തെ വിന്യാസം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ കരങ്ങൾ പലരും സംശയിക്കുന്നുണ്ട്. അവിടുത്തെ വിഘടന പ്രസ്ഥാനങ്ങൾ ആളിക്കത്തുന്നതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഇതാ പരസ്യമായി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ വെച്ച് അഫ്ഗാനിസ്ഥാൻ്റെ ഇപ്പോഴത്തെ താലിബാൻ്റെ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ തീരുമാനം ഇതാണ്:
ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇറാനിൽ പണിയുന്ന ചബഹാർ തുറമുഖം വഴി അഫ്ഗാനിസ്ഥാനിലുള്ള ഗോതമ്പ് സപ്ലൈ, തുണിത്തരങ്ങൾ, മരുന്നുകൾ, ജീവകാരുണ്യ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒഴുകത്തക്ക രീതിയിലാണ്. അപ്പോൾ ഇറാനെയും അഫ്ഗാനിസ്ഥാനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാരതം പാകിസ്ഥാനെ നാലുപാടും നിന്ന് വരിഞ്ഞ് മുറുക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് കൗതുകകരമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യയും താലിബാനുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ ഇതിനെ എങ്ങനെയായിരിക്കും നിരീക്ഷിക്കുന്നത്? അവർ ഈ ഒരു വൻ ചതി അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർ അഫ്ഗാനിസ്ഥാനിൽ കൂടി ഇന്ത്യയെ ഞെരുക്കാം, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തെ പരമാവധി ഇന്ത്യയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ അഫ്ഗാനിസ്ഥാനിലെ പുതിയ മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തെ സഹായിക്കാം. അവരുദ്ദേശിച്ച പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയിലൂടെ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണകൂടത്തെ, ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ താഴെ ഇറക്കി. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ്റെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ തങ്ങളുടെ തന്നെ രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെയൊരു അന്തരാളാവസ്ഥ ഉണ്ടാകുമെന്ന് സ്വപ്നേന പാകിസ്ഥാൻ വിചാരിച്ചില്ല. പ്രത്യയശാസ്ത്രപരമായി ഒരു ഹിന്ദു റൈറ്റ് വിങ് ഗവൺമെൻറ്റാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് പാകിസ്ഥാൻ്റെ ഒരു ചിന്ത, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ. അപ്പോൾ ആ സർക്കാരും താലിബാനുമായി നേരിട്ട് ഒരു ഇടപാടുണ്ടാകുന്നത് ഇപ്പം മോരും മുദ്രയും കൂടി ഒരുമിച്ച് ചേരില്ല എന്ന് പറയുമല്ലോ അല്ലേ. കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയവും ഈ താലിബാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും ഇതും ഒരിക്കലും ചേരില്ലല്ലോ. പക്ഷേ പോളിറ്റിക്സിലൊരു സെയിങ് ഉണ്ട്, പോളിറ്റിക്സ് മേക്സ് സ്ട്രേഞ്ച് ബെഡ് ഫെലോസ്. അപ്പം എന്തും സാധിക്കും. രാഷ്ട്രീയമാണ്, അന്താരാഷ്ട്ര രാഷ്ട്രീയം അനന്തമായ സാധ്യതകളുടെ കലയാണ്. അതുകൊണ്ടാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം. അപ്പോൾ താലിബാനുമായി സഹകരിക്കേണ്ടത് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് അനിവാര്യമാണോ? ദേശീയ താല്പര്യം, ഒരു രാജ്യത്തിൻ്റെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം തന്നെ ദേശീയ താല്പര്യമാണ്. ഭാരതത്തിൻ്റെ ദേശീയ താല്പര്യത്തിൻ്റെ ആദ്യ ശില എന്ന് പറയുന്നത് ദേശീയ സുരക്ഷയാണ്. നമ്മുടെ ദേശീയ സുരക്ഷയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ഭീഷണി വരുന്നത് പാകിസ്ഥാനിൽ നിന്നുമാണ്, അതുപോലെ ചൈനയിൽ നിന്നുമാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീഷണിയെ ചെറുക്കുന്നതിന് പാകിസ്ഥാന് തന്നെ ആഭ്യന്തരമായി ഭീഷണി ഉണ്ടാകുന്ന അയൽ രാജ്യങ്ങളിൽ നിന്ന് മറ്റ് ഭീഷണികൾ ഉണ്ടാകുമെങ്കിൽ പാകിസ്ഥാൻ്റെ പൂർണ്ണമായ ശ്രദ്ധ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കേന്ദ്രീകരിക്കില്ല. അത് ഇന്ത്യയുടെ സൈനിക വിന്യാസം അതിർത്തിയിൽ കുറച്ചു കൊണ്ടുവരാൻ പര്യാപ്തമാണ്. അത് ലോജിക്കാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അസ്ഥിരമാകുന്നത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ മൂന്നായി ചെതറാനുള്ള സാധ്യതയുണ്ട്, അത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാന് ഒരു പിടി പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ട് സോർട്ട് ചെയ്യാൻ. അതുകൊണ്ട് പാകിസ്ഥാൻ cannot train its guns against India all the time. അത് ഇന്ത്യ ഉറപ്പുവരുത്തുന്നു എന്ന് ചുരുക്കത്തിൽ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു വലിയൊരു വിപുലീകരണം തന്നെയാണ് ഈ താലിബാനുമായിട്ടുള്ള നമ്മുടെ നയതന്ത്രമെന്ന് പറയുന്നത് പൊതുവെ പറയുമ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. മാനവരാശിയുടെ ഒരു സന്ധാരണം, ഉദ്ധാരണം, ലോകസമാധാനം, ഇതൊക്കെ പുറത്തെ പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചില മൂല്യങ്ങളുണ്ട്, ഈ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദേശീയ താല്പര്യം തന്നെയാണ് നയതന്ത്രത്തിൻ്റെ അടിസ്ഥാനം. ആ താല്പര്യങ്ങൾ ഇപ്പോൾ താലിബാൻ്റെ താല്പര്യങ്ങളും സ്വന്തം ടെറിട്ടറി സംരക്ഷിക്കുക, സ്വന്തം കൾച്ചർ സംരക്ഷിക്കുക എന്ന താലിബാൻ്റെ താല്പര്യങ്ങളും സ്വന്തം ആഹാര കാര്യങ്ങൾ നേടിയെടുക്കുക, അതാണ്. ഇന്ത്യയിൽ നിന്നുള്ള സപ്ലൈ വരണം, പാകിസ്ഥാനിന് ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഗോതമ്പ് ഉൾപ്പെടെയുള്ള സപ്ലൈ എത്തണം, മരുന്നുൾപ്പെടെ, വസ്ത്രങ്ങൾ ഉൾപ്പെടെ, അത് ഇന്ത്യക്ക് കൊടുക്കാൻ സാധിക്കും. താലിബാൻ എന്താണോ വേണ്ടത്, അഫ്ഗാനിസ്ഥാൻ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യക്ക് ആവശ്യമുള്ള സുരക്ഷാ ഉറപ്പുകൾ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നൽകാൻ ഒരുപക്ഷെ താലിബാനും സാധിക്കും. അതാണ് കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് ഈ രാജ്യങ്ങളെ ഇപ്പോൾ പുതിയതായി അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോവുകയും ചെയ്തു. പാകിസ്ഥാൻ ആദ്യം വലിയ ആഹ്ലാദത്തിലായിരുന്നു. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുന്നു, താലിബാൻ ഭരണത്തിലെത്തുന്നു, പാകിസ്ഥാൻ ആഹ്ലാദചിത്തരായിരുന്നു. പക്ഷേ ആഹ്ലാദത്തിന് അല്പായുസാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.